എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിലെ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 3ാമത്തെ ചാപ്റ്റർ മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന യൂണിറ്റുമായിട്ടാണ്. വളരെ ചെറിയൊരു യൂണിറ്റാണ്. എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് അറിയാത്ത കാര്യങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ എന്നാണ്. സുതാര്യം, സുഗമമായി എന്നുള്ള രീതിയിൽ, അപ്പൊ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ എന്നാണ്. രണ്ടാമത്തേതായിട്ട് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ എന്ന് പറയുന്നു അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് ഉള്ളൊരു ചോദ്യമാണ്, പ്രകാശത്തെ ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അർത്ഥം പകുതി എന്നുള്ള രീതിയിൽ. അപ്പൊ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് നമ്മൾ പറയുന്നത്. നാലാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ, ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നത് ഏത് ഗ്രഹണ സമയത്താണ് എന്നുള്ളതാണ് ചോദ്യം. അത് ചന്ദ്രഗ്രഹണ സമയത്താണ്. ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരും. അതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നത് ഏത് ഗ്രഹണ സമയത്താണ്? ചന്ദ്രഗ്രഹണ സമയത്താണ്. ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നത് ഏത് ഗ്രഹണമാണ്? സൂര്യഗ്രഹണം. ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നത് ഏത് ഗ്രഹണമാണ്? സൂര്യഗ്രഹണം. വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നത് ഏത് ഗ്രഹണ സമയത്താണ് എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രഗ്രഹണ സമയത്താണ്. ഇനി ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നത് ഏത് ഗ്രഹണമാണ് എന്ന് ചോദിച്ചാൽ അത് സൂര്യഗ്രഹണമാണ് എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക. സൂര്യഗ്രഹണം ഏതൊക്കെ വിധത്തിൽ ഭൂമിയിൽ പ്രകടമാകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ് സൂര്യഗ്രഹണം ഭൂമിയിൽ പ്രകടമാവുക. അതിൽ ഒന്നാമത്തത് പൂർണ്ണ സൂര്യഗ്രഹണമാണ്. രണ്ടാമത്തത് വലയ സൂര്യഗ്രഹണമാണ്. മൂന്നാമത്തത് ഭാഗിക സൂര്യഗ്രഹണമാണ്. സൂര്യഗ്രഹണം 3 തരത്തിലാണ് ഭൂമിയിൽ പ്രകടമാവുന്നത്. അപ്പൊ ഈ ഒരു 3 തരത്തിലുള്ളവ, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. 3 തരത്തിലുണ്ട്. അവ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം എന്നിവയാണ് അവ. സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ ഫലപ്രദമായിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ. അപ്പൊ സൂര്യഗ്രഹണം നമ്മൾ നേരിട്ട് കാണുന്നത് എന്തല്ല, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ലതല്ല. അപ്പൊ സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ ഫലപ്രദമായിട്ടുള്ള വിവിധ സുരക്ഷാ മാർഗങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സൂര്യ ഫിൽറ്റർ ഉണ്ട്, പ്രതിപതന രീതിയുണ്ട്, അതേപോലെ തന്നെ പ്രക്ഷേപണ രീതിയുണ്ട്. ഇത് ഈ 3 രീതികളാണ് നമ്മളെ ഈ ഒരു സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി സൂര്യഗ്രഹണം എന്താണ്, ചന്ദ്രഗ്രഹണം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. സൂര്യനും ഭൂമിക്കുമിടയിൽ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? സൂര്യഗ്രഹണമാണ്. സൂര്യഗ്രഹണത്തില് നമ്മൾ എന്താണ് പറയുന്നത്? സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ. അപ്പോ സൂര്യഗ്രഹണത്തിൽ എന്താണ് നടക്കുന്നത്? സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിക്കും. നിഴൽ പതിയുന്ന പ്രദേശത്തു നിന്ന് നോക്കുമ്പോൾ സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ഈ ഒരു ഓർഡർ ഒക്കെ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സൂര്യഗ്രഹണത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സൂര്യഗ്രഹണം, അപ്പൊ നിങ്ങൾ ആദ്യം സൂര്യനെ കാണാം.
നമ്മുടെ ഭൂമിയെ കാണാം. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിട്ട് ചന്ദ്രൻ നേർരേഖയിൽ വരുന്നു. അപ്പൊ അങ്ങനെ നേർരേഖയിൽ വന്നു കഴിയുമ്പോൾ ഭൂമി എന്താവും? ചന്ദ്രന്റെ നിഴൽപാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിക്കാനുള്ള അവസരമുണ്ടാവും. ഈ നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തു പറ്റില്ല? സൂര്യനെ കാണാൻ സാധിക്കില്ല. ഇതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയാം. ഒന്നുകൂടെ പറയാം. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽപാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിയുന്ന പ്രദേശത്തു നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതിനെ നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നോക്കാനുള്ളത് ചന്ദ്രഗ്രഹണമാണ്. ചന്ദ്രഗ്രഹണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ സൂര്യനും ചന്ദ്രനും മധ്യത്തിലായിട്ട് ഭൂമി വരുന്നു. അപ്പോൾ ചന്ദ്രഗ്രഹണത്തിൽ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ സൂര്യനും ചന്ദ്രനും മധ്യത്തിലായിട്ട് ഭൂമി എത്തുന്നു. അപ്പൊ ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിക്കുന്നു. ഈ സമയം ചന്ദ്രനെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. സൂര്യനും ചന്ദ്രനും മധ്യത്തിലായി ഭൂമി എത്തുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. ഈ സമയം ചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതിനെ നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നു. ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും PSC ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ. ഈ ഒരു സീരീസ് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ തന്നെ അടുത്ത യൂണിറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ലൈക്കും വ്യൂസും സബ്സ്ക്രിപ്ഷനും ഒക്കെ കൂടുന്നതോടുകൂടി എനിക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ കൂടുതൽ ഊർജം ലഭിക്കും. അതുവഴി എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കൂടെ കഴിയും. അപ്പൊ ആ ഒരു സഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.